നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ബോണ്ടി ബീച്ച് ഭീകരാക്രമണത്തിലെ ഇരകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച ഓസ്ട്രേലിയ. ഇന്നലെ നടന്ന ഡേ ഓഫ് റിഫ്ലക്ഷൻ ചടങ്ങുകളുടെ ഭാഗമായി രാജ്യവ്യാപകമായി മെഴുകുതിരി തെളിയിച്ചുകൊണ്ട് ആളുകൾ ചടങ്ങുകളിൽ പങ്കാളികളായി. ഇന്നലെ വൈകുന്നേരം 6:47 രാജ്യത്ത് ഉടനീളം മെഴുകുതിരികൾ തെളിയിച്ചും മൗനമാചരിച്ചും ജനങ്ങൾ മരണപ്പെട്ടവർക്കും അപകടത്തിൽ പരിക്കേറ്റവർക്കുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ബോണ്ടായി ബീച്ചിലെ ഹനൂക്ക ആഘോഷങ്ങൾക്കിടയിലുണ്ടായ വെടിവയ്പിൽ കൊല്ലപ്പെട്ടവരുടെ സ്മരണയ്ക്കായി ഫെഡറൽ സർക്കാരും ന്യൂ സൌത്ത് വെയിൽസ് സർക്കാരും ചേർന്നാണ് ഈ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. കൃത്യം ഒരാഴ്ച മുമ്പ് നടന്ന വെടിവയ്പിനെ തുടർന്ന് അതേസമയമായ 6:47 എല്ലാവരും അവരവരുടെ വീടുകളിലും പൊതുസ്ഥലങ്ങളിലുമായി മെഴുകുതിരികൾ തെളിയിച്ചുകൊണ്ട് പ്രാർത്ഥനകളിൽ പങ്കുചേരുകയായിരുന്നു. കൂടാതെ ഇരകളോടുള്ള ആദരസൂചകമായി സർക്കാർ ഓഫീസുകളിൽ ദേശീയ പതാക ഇന്നലെ പകുതിയോളം താഴ്ത്തിക്കെട്ടിയിരുന്നു. ബോണ്ടായി ബീച്ച് ഭീകരാക്രമണത്തിൽ സുരക്ഷാ ഏജൻസികളുടെ വീഴ്ച പരിശോധിക്കാൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഉത്തരവ്. രാജ്യത്തെ ഇന്റലിജൻസ് സുരക്ഷാ ഏജൻസികളുടെ പ്രവർത്തനങ്ങളിൽ വലിയ തോതിലുള്ള അന്വേഷണത്തിനാണ് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി ഉത്തരവിട്ടിരിക്കുന്നത്. ആക്രമണം തടയുന്നതിൽ സുരക്ഷാ ഏജൻസികൾക്ക് വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കുകയാണ് ലക്ഷ്യം. ഫെഡറൽ ലോ എൻഫോഴ്സ്മെന്റ്, ഇന്റലിജൻസ് ഏജൻസികൾ എന്നിവയുടെ പ്രവർത്തന രീതികൾ, വിവരങ്ങൾ കൈമാറുന്ന പോരായ്മകൾ എന്നിവ ഈ 4 മാസത്തെ പരിശോധനയിൽ വിലയിരുത്തും. റിപ്പോർട്ട് 2026 സർക്കാരിന് സമർപ്പിക്കും. 15 പേരുടെ മരണത്തിനിടയാക്കിയ ബോണ്ടായി ബീച്ച് ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി നവീദ് അക്രമിനെ ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റുന്നു. സിഡ്നിയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസിന്റെ ഈ നടപടി. അടുത്ത ഏപ്രിൽ മാസം കോടതിയിൽ ഹാജരാക്കുന്നതുവരെ ഇയാൾ ജയിലിൽ തുടരും. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിഡ്നിയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. 1000-ൽ-അധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇതിനോടകം വിന്യസിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രിയിലും ഭീകരവിരുദ്ധ സേന വിവിധയിടങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. സിഡ്നിയിലെ ബോണ്ടായിലുണ്ടായ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായി ഒരുക്കിയ താൽക്കാലിക സ്മാരകം നീക്കം ചെയ്യും. മരണപ്പെട്ടവരുടെ സ്മരണയ്ക്കായി സ്ഥിരമായൊരു സ്മാരക മണ്ഡപം പണിയും എന്ന സർക്കാർ പരിഗണനയ്ക്ക് പിന്നാലെയാണ് താൽക്കാലിക ഇടം നീക്കം ചെയ്യാൻ ഒരുങ്ങുന്നത്. ദുരന്തത്തിന് ശേഷം ഓരോ ദിവസവും 100 കണക്കിന് ആളുകളാണ് പൂക്കളും കുറിപ്പുകളും കളിപ്പാട്ടങ്ങളും ബലൂണുകളുമായും ദിവസേന ഇവിടെ എത്തിക്കൊണ്ടിരുന്നത്. ഡിസംബർ 22 മുതൽ സ്മാരകത്തിലെ ഇത്തരം വസ്തുക്കൾ നീക്കം ചെയ്യുമെന്ന് വേർബലി കൌൺസിൽ അറിയിച്ചിട്ടുണ്ട്. വിക്ടോറിയയിൽ പൊതുഗതാഗത നിരക്കുകൾ വീണ്ടും വർദ്ധിക്കുന്നു. പൊതുഗതാഗത നിരക്കുകൾ ജനുവരി 1, 2026 മുതൽ ഉയരുമെന്നാണ് റിപ്പോർട്ട്. ദിവസവും ചുരുങ്ങിയത് 40 സെന്റോളം വർധനവ് വിവിധ നിരക്കുകളിൽ വരും. ആകെ ചെലവിൽ യാത്രക്കാർക്ക് വർഷത്തിൽ $104 തുക അധികമായി വരുമെന്നാണ് കണക്കുകൾ. വർദ്ധിപ്പിക്കുന്ന നിരക്കുകൾ ട്രെയിൻ, ട്രാം, ബസ് എന്നിവയുടെ പ്രവർത്തന ചെലവുകൾക്ക് സഹായിക്കുമെന്നാണ് സർക്കാർ പ്രസ്താവന. മെൽബൺ മെട്രോ ടണലിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിലവിൽ ഫെബ്രുവരി 1 വരെ വേനൽക്കാലത്ത് 2 മാസത്തേക്ക് വാരാന്ത്യങ്ങളിൽ വിക്ടോറിയയിലെ പൊതുഗതാഗതം ജനങ്ങൾക്ക് സൌജന്യമായിരിക്കുമെന്ന് സർക്കാർ മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മൈക്കി യാത്രാ നിരക്കുകൾ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വ്യാപകമായി പരാതികൾ ഉയരുന്നുണ്ട്. മെൽബൺ വിമാനത്താവളത്തിൽ അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ച വിദേശ പൌരനെ പോലീസ് പിടികൂടി. ടിക്കറ്റില്ലാതെ വിമാനത്തിൽ കയറാൻ ശ്രമിക്കുകയും തടയാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ തോക്ക് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത ബ്രിട്ടീഷ് പൌരനെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ മാസം 16-നായിരുന്നു സംഭവം. 35 വയസ്സുകാരനായ ഇയാൾ ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയും ബലപ്രയോഗത്തിനിടെ ഉദ്യോഗസ്ഥന്റെ തോക്കിൽ പിടിക്കുകയുമായിരുന്നു. തുടർന്ന് ടേസറും പെപ്പർ സ്പ്രേയും ഉപയോഗിച്ചാണ് പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തിയത്. വിമാനത്താവളങ്ങളിലെ ഇത്തരം അക്രമങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പ്രശസ്ത ഓസ്ട്രേലിയൻ എഴുത്തുകാരിയും സംവിധായികയുമായ അമൻഡ ബ്രോച്ചി അന്തരിച്ചു.
അർബുദബാധിതയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. അമൻഡയുടെ ഭർത്താവും സംവിധായകനുമായ ആദം സ്വാറാണ് വിവരം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചത്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട നിരവധി ടെലിവിഷൻ പരമ്പരകളുടെ അണിയറ പ്രവർത്തകയായിരുന്നു അമൻഡ. ഭർത്താവ് ആദമിനൊപ്പം ചേർന്ന് നിർമ്മിച്ച ABC സീരീസ്, ലോ ഡൌൺ, ഡോക്ടർ ഹു, ജെന്റിൽമാൻ ജാക്ക്, റെനഗേഡ് നെൽ, റൈറ്റ് വുമൺ തുടങ്ങിയ പ്രശസ്തമായ UK ഷോകൾ അമൻഡയുടെ കരിയറിലെ നാഴികക്കല്ലുകളായിരുന്നു. ആഷസ് ക്രിക്കറ്റ് പരമ്പരയിൽ ഓസ്ട്രേലിയയോട് പൊരുതാൻ കഴിയാതെ അടിയറ പറഞ്ഞ ഇംഗ്ലണ്ട്. മൂന്നാം ടെസ്റ്റിൽ 82 റൺസിനാണ് ഓസീസ് ജയം. ഓസീസ് ഉയർത്തിയ 435 റൺസ് ലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 352 റൺസിന് പുറത്താവുകയായിരുന്നു. ഇതോടെ 5 മത്സര പരമ്പര 3-0 ഓസീസ് സ്വന്തമാക്കി. സ്കോർ ഓസ്ട്രേലിയ 317, 349, ഇംഗ്ലണ്ട് 286, 352 എന്നിങ്ങനെയാണ്. 6 വിക്കറ്റ് നഷ്ടത്തിൽ 227 റൺസുമായി കളത്തിലെത്തിയ ഇംഗ്ലണ്ടിന് വിജയ റൺസിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. 3 വിക്കറ്റ് വീതം വിക്കറ്റുമായി ഓസീസ് ക്യാപ്റ്റൻ പാറ്റ് കമിൻസും മിച്ചൽ സ്റ്റാർക്കും സ്പിന്നർ നഥാൻ ലിയോണുമാണ് ഇംഗ്ലണ്ടിനെ തകർത്തത്. ആദ്യ 2 ടെസ്റ്റിലും 8 വിക്കറ്റിനായിരുന്നു ഓസീസ് വിജയം. എവിടെ ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെയായാലും സർക്കാരാണെങ്കിലും 2-3 ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. 5 പതിറ്റാണ്ടോളം മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിരുന്ന നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ ഇനി ഓർമ്മ. ഇന്നലെ രാവിലെ 10 മണിക്ക് ഉദയംപേരൂർ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. അവസാനമായി ശ്രീനിവാസനെ ഒരു നോക്ക് കാണാനായി ആയിരങ്ങളാണ് അവിടേക്ക് ഒഴുകിയെത്തിയത്. നടി പാർവതി തിരുവോത്ത്, നടന്മാരായ പൃഥ്വിരാജ്, വിനീത്, ജഗദീഷ്, സൂര്യ, സംവിധായകൻ ഫാസിൽ, രാജ് സെൻ തുടങ്ങിയവർ ശ്രീനിവാസന് ഇന്നലെ അന്തിമോപചാരം അർപ്പിച്ചു. 48 വർഷക്കാലം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ 200-ലേറെ സിനിമകളിൽ ശ്രീനിവാസൻ അഭിനയിച്ചിരുന്നു. ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണം കണ്ടെത്തിയെന്ന റിമാൻഡ് റിപ്പോർട്ട്. പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും സ്വർണ്ണക്കൊള്ളയിൽ പങ്ക്. ബല്ലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധനിൽ നിന്ന് 470 ഗ്രാം സ്വർണം കണ്ടെടുത്തു. കുറ്റം മറയ്ക്കുന്നതിലും ഇരുവർക്കും പങ്കുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.